ശബരിമല തീർത്ഥാടന കാലം ആരംഭിക്കാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ തകർന്ന അവസ്ഥയിലാണ് പത്തനംതിട്ട കല്ലേലി അച്ഛൻ കോവിൽ റോഡ്. തീർത്ഥാടന കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തരെത്തുന്ന പാതയാണ് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. തകർന്നു കിടക്കുന്ന കാഞ്ഞിരപാതയിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഓരോ വാഹനവും ഇപ്പോൾ കടന്നു പോകുന്നത്. ശബരിമല തീർത്ഥാടന കാലത്തുൾപ്പെടെ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ഒരു വനപാതയാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ശബരിമല തീർത്ഥാടകരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ദർശനം കഴിഞ്ഞ് കോന്നി കല്ലേലി വഴി വനപാതയിലൂടെയാണ് ചരിത്രപ്രസിദ്ധമായ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ഈ പാതയിലൂടെയുള്ള കലുങ്കുകളും ചപ്പാത്തുകളും തകർന്ന അവസ്ഥയിലാണ്. റോഡിന്റെ അവസ്ഥ അതിലും ദുഷ്കരം. വളരെ മോശമാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ പാടം സെക്ഷനിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടുത്തെ കാട് പോലും ഇതുവരെ ഉദ്യോഗസ്ഥർ വെട്ടാൻ അനുവദിക്കുന്നില്ല. ഒന്ന് സുഖമില്ലാതായെങ്കിലും പെട്ടെന്ന് ആശുപത്രി കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. അച്ചൻകോവിൽ ക്ഷേത്രത്തിലേക്കും ആവണിപ്പാറ ഉന്നതിയിലേക്കും അതിലുപരി തമിഴ്നാട്ടിലേക്കും കടന്നുപോകുന്ന അന്തർ സംസ്ഥാന പാത കൂടിയാണ് ഇത്. എല്ലാ വർഷവും റോഡ് പേരിന് നന്നാക്കുന്നു എന്നതിനപ്പുറം ഈ പാതയുടെ ശോചനീയാവസ്ഥയ്ക്ക് സ്ഥിരമായൊരു മോചനമില്ല. റോഡെല്ലാം തകർന്നു കിടക്കുന്ന കാരണം വണ്ടികളൊന്നും വരത്തില്ല. സ്വാമിമാരും തന്നെ വരുന്ന വലിയ പാടുപെട്ടാ വരുന്നത്. മൊത്തം കാലിൽ വെള്ളയെല്ലാം മൊത്തം എല്ലാം ഒരു റോഡിന് നടുക്ക് മൊത്തം വാഴ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ സംവിധാനത്തിൽ കിടക്കുക. തകർന്നു കിടക്കുന്ന കാനനപാതയിലൂടെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഓരോ വാഹനവും കടന്നു പോകുന്നത്. ഇതിനിടെ ആന ഉൾപ്പെടെയുള്ള വന്യജീവികൾ ആക്രമിക്കാനെത്തിയാൽ കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ വണ്ടി ഓടിച്ച് രക്ഷപ്പെടുക എന്നത് അതിസാഹസികമായ ദൗത്യമാണ്. സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ടാണ് സംസ്ഥാനത്തെ ഓരോ റോഡും നിർമ്മിക്കുന്നത്. നികുതി അടയ്ക്കുന്ന പൗരനോട് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകണം. ഒരു താൽക്കാലിക പ്രവർത്തനങ്ങൾക്കപ്പുറം സ്ഥിരമായ ഒരു പരിഹാരമാണ് ഈ റോഡിന്റെ കാര്യത്തിൽ ഇന്നാട്ടുകാർക്ക് വേണ്ടത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ,